ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഇന്ന് എനിക്ക് റേഡിയേഷൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി റേഡിയേഷൻ 10-ാം തീയതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, 9-ാം തീയതി തന്നെ റേഡിയേഷൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി. പിന്നെ പുതിയ വീടൊക്കെ ഇവിടെ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് രാവിലെ വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടെല്ലാം ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. എങ്കിലും മോളും ചേട്ടയും കൂടെ കൂടി ഒന്ന് അടുക്കിയും പറക്കിയൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഞങ്ങൾ MVRലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ശ്രീധരൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റേഡിയേഷൻ ഒരു ഉച്ച ടൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. കുറച്ച് ക്ഷീണാവസ്ഥയ്ക്കൊക്കെ കുറവുണ്ട്. പിന്നെ റേഡിയേഷൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി. ജംഷി സില ഡിസൈനിലെ ജംഷീനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സംസാരിച്ചു എല്ലാവരുമായിട്ടും, കുറേ ഹാപ്പി ആയിരുന്നു. പിന്നെ റേഡിയേഷൻ്റെ ടൈമിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. റേഡിയേഷനെ കുറിച്ച് എല്ലാവരും ടെൻഷൻ അടിക്കേണ്ട പോലത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് റേഡിയേഷനെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ റേഡിയേഷൻ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ നമ്മളെ പൊള്ളിക്കുന്ന ഒരു സംഭവമൊക്കെ ആണെന്നുള്ള മിഥ്യാധാരണകൾ ഉണ്ട്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. അത് ശരിക്കും നമുക്ക് എക്സ്റേ കിരണങ്ങളിനേക്കാളും അതേപോലത്തെ കിരണങ്ങൾ, പക്ഷേ ശക്തിയുള്ള കിരണങ്ങളാണ്. എക്സ്റേ എടുക്കുന്ന അതേ ഒരു മെത്തേഡേ ഉള്ളൂ. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് റേഡിയേഷൻ വേണ്ടത്, അതായത് നമുക്ക് രോഗം ഉള്ള സ്ഥലത്ത് അവർ കൂടുതലായിട്ട് ശക്തമായ കിരണങ്ങൾ തന്നെ അടുപ്പിക്കും. പിന്നെ അതിനോടനുബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളിൽ തന്നെ കുറച്ച് മാർക്കൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയും അതിൻ്റെതായ കുറച്ചും കൂടി സ്ട്രോങ് കുറഞ്ഞ കിരണങ്ങളൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെയാണ് റേഡിയേഷൻ കിരണങ്ങൾ അടുപ്പിച്ചിട്ടാണ് റേഡിയേഷൻ ചെയ്യുന്നത്. കാരണം പിന്നെ റേഡിയേഷൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാവാം. കാരണം നമുക്ക് ആ ഒരു സമയത്ത് അവിടെ നമുക്ക് വേദനയൊന്നും ഇല്ലെങ്കിലും പിന്നെ എന്താ പറയുക, കുളിക്കുമ്പോൾ നമ്മൾ ശരിക്കും എണ്ണ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കരുത്, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കരുത് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നഖമൊക്കെ നല്ല ക്ലീനാക്കി വെക്കണം. കാരണം നമ്മൾ നഖം കൊണ്ട് രാത്രിയൊന്നും അന്തോ ചൊറിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടുത്തെ തൊലിയൊക്കെ ഇളകി പോകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അത് ശരിക്കും നമ്മൾ നമുക്ക് റേഡിയേഷൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബ്രസ്റ്റിലായതുകൊണ്ട് എനിക്കിപ്പം വയറ് തൊട്ട് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഒരു ഭാഗം വരെ റേഡിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ കുറേ എന്നാ പറയുക, ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ പരിസരമൊക്കെ നല്ല രസമുള്ളൊരു പ്രദേശം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. അത് തന്നെയല്ല, ഈ ഒരു പരിസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ളൊരു സംഭവമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പേരയ്ക്ക, മാങ്ങ ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഒത്തിരി പിന്നെ എന്നാ പറയുന്ന ഒരു ആശ്വാസവും ഒരു ശാന്തതയൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഓരോരുത്തരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കാണുന്ന ഒരു ടൈമിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾക്കൊന്നും വിഷമങ്ങളൊന്നും അല്ല ഇതെന്ന് ചിന്തിക്കുന്നത്. പിന്നെ അല്ല ഈ രോഗത്തെയും തന്നെയല്ല, ഏത് രോഗത്തെയും പിന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മാനസികമായി ഒത്തിരി ശക്തിയുള്ളവരായിട്ടിരിക്കണം. നമ്മൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് അതൊക്കെ നമുക്ക് അനുഭവം ഗുരുവാണെന്നുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം എനിക്ക് തന്നെയാണ് ഒരു ചെറിയൊരു ടെൻഷൻ വരുന്ന ഒരു ടൈമിൽ വരെ എനിക്ക് BP ഹൈ ആകും, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് നല്ല ശാന്തമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെയും സന്തോഷത്തിലൂടെയും എന്നാ പറയുക, എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഹാപ്പി ആയിട്ട് തന്നെ പിന്നെ നല്ലോണം കടന്നു പോകണം. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗം ഒക്കെ റേഡിയേഷൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട് എനിക്ക്, എന്നാലും വലിയൊരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ആയിട്ട് തോന്നിയിട്ടൊന്നും ഇല്ല.